ഗൈസ്, ഇന്നത്തെ വീട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ കാലത്തെ ഒരു വീടിൻ്റെ ആണ്. ഒരു ഒരു സഹോദര അയ്യപ്പൻ്റെ ജന്മ സ്ഥലമാണ് ഇത്. ഇവിടെയാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചതൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. എന്നുള്ളതാണ് സഹോദരൻ അയ്യപ്പനെ അഡ്രസ് ചെയ്യപ്പെടുന്നത്. മിശ്രഭോജനത്തിലൂടെയാണ് അദ്ദേഹം സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു ജാതീയതയുടെ വേർതിരിവ് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ 1917 ഈ സംഭവം നടക്കുന്നത്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയേറെ, അതായത് മേലെത്തട്ടിലുള്ള വിഭാഗക്കാർ അത് തന്നെ ആ ഒരു ഉച്ചനീചിത്വങ്ങളുള്ള കാലഘട്ടമാണ്. അപ്പോൾ എന്നും സമൂഹത്തിൽ പരിഗണിക്കപ്പെടുക പരസ്പരം, അതിനു വേണ്ടിയിട്ട് എഴുവനായ ഇദ്ദേഹം തൊട്ട് താഴെയുള്ള വിഭാഗക്കാരെ കൂടെ ഉയർത്തി ഭക്ഷണം കഴിക്കാനൊരു റൂഫിന് കീഴെ മിശ്രഭോജനം നടത്തുന്നതിന്, പന്തിഭോജനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ ക്ഷണിച്ചു വരുത്തി 1917 നടക്കുന്നു. അത് ഒരു തുടക്കം മാത്രമാണ്. നാടൊട്ടുക്കും പിന്നീട് ആ ഒരു മാറ്റം ഒരു തരംഗമായി മാറി എന്നുള്ളതാണ്. എഴുത്തുകാരനും പ്രാസംഗികനും അതുപോലെ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള വ്യക്തിയാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് സാംസ്കാരിക വകുപ്പിലേക്കും കൈമാറി. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാനുള്ളത് അദ്ദേഹം ജനിച്ചു വളർന്ന വീടും അതുപോലെ ജ്യേഷ്ഠൻ താമസിച്ചിരുന്ന മഠം, ഒരൊറ്റ മുറി, അതും ഓലമേഞ്ഞാണ്. പിന്നെ എന്താണ് ഗുരുദേവൻ വരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന കുളവും. ഈ മൂന്ന് സംഭവമാണ് പഴയ കാലത്തേത്. പിന്നെ നമുക്ക് ഈ സൈഡിൽ മിശ്രഭോജനം നടത്തിയതിൻ്റെ മ്യൂറല് കാണാം. പിന്നെ ഒരു ഓഡിറ്റോറിയം, അതുപോലെ ലൈബ്രറി മന്ദിരം, ഇതൊക്കെ പുതിയ കൺസ്ട്രക്ഷൻ. ഇതാണ് സഹോദര അയ്യപ്പന്റെ ജന്മ സ്ഥലം. അപ്പം ഇത് ചെറൈയിലാണ് ഈ സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലം ഉള്ളത്. അപ്പോൾ ചെറൈ ബീച്ചിലേക്ക് പോണ എല്ലാ ആൾക്കാരും ഇത് ഇങ്ങോട്ട് വരണം കേട്ടോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ സാധനം കാണിച്ചു തരാം. ഇവിടെയാണ്, ഈ മുറിയിലാണ് സഹോദര അയ്യപ്പൻ ജനിച്ചത്. ഇദ്ദേഹത്തിന് മിശ്രഭോജനം, ഒരു ജാതിയില്ലാത്ത ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പുന്ന